ഇന്ത്യൻ സിനിമയിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ആൾക്കാർ കണ്ട പടം മഹാരാജാണ്. എന്നാൽ അതുപോലൊരു പടം മലയാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, കിഷ്കിന്ധ കാണ്ഡം. എന്താണ് പടം എന്ന് നമുക്ക് തുടക്കത്തിലൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ചൊരു ലാഗിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോ പടം കയറുന്ന ഒരു കയറ്റമുണ്ട്. അപ്പോഴും കഥ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടണമെന്നില്ല. കാരണം ഇതിലെ ഓരോ ഡയലോഗും ഓരോ സിറ്റുവേഷനും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒരു സീന് വരെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടില്ല. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ പടം ഒരു കയറ്റം കയറാനുണ്ട്. അതുപോലെ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മ ഓരോ സീനുടെ കണക്ടിവിറ്റി അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അതുവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ യാ മാൻ, അത്രക്ക് നല്ല പടം. പിന്നെ ആസിഫ് അലി, വിജയരാഘവൻ അവരുടെ പെർഫോമൻസ് ടോപ്പ് ലെവല്. തീപ്പടം എന്നൊക്കെ പറയാൻ പറ്റൂല, അങ്ങനെ ഒരു ഐറ്റം. അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പടമായിരിക്കും ഇത്, കിഷ്കിന്ധ കാണ്ഡം.